ശൃംഖത്തിലേക്ക് അതിനെ കയറ്റി വച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. മത്തായി അതുപോലെ തന്നെ മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് മറ്റൊരു ഗ്രന്ഥത്തിലും കാണാൻ കഴിയാത്തതായ ഒരു കാര്യം കാണുവാൻ കഴിയുന്നു. മറ്റൊരു ഗുരുക്കന്മാരും പഠിപ്പിച്ചിട്ടില്ലാത്ത, മറ്റൊരു ഗ്രന്ഥത്തിലും കാണുവാൻ കഴിയാത്തതായ ശ്രേഷ്ഠകരമായ ഒരു കാര്യം. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ, ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. ഇത് പഠിപ്പിക്കുന്ന വേറെ ഏത് ഗ്രന്ഥമുണ്ട്? അത് നോക്കിക്കേ, അതിൻ്റെ മോറൽ സൈഡ് ഒന്ന് നോക്കിക്കേ, ആ മൊറാലിറ്റി ഒന്ന് നോക്കിക്കേ, അതിൻ്റെ മൊറാൽ എത്രത്തോളം ഉയർന്നു നിൽക്കുന്നുവെന്ന് നോക്കിക്കേ. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും. ഒരു മനുഷ്യരും ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കില്ല എനിക്ക് ആ വ്യക്തി ദോഷം ചെയ്യണം, എനിക്ക് ആ വ്യക്തി ദോഷം ചെയ്യണം എന്നുള്ളത്. മറ്റൊരു മനുഷ്യൻ എനിക്ക് ദോഷം ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി, അല്ലെങ്കിൽ മറ്റൊരാൾ എന്നോട് പ്രവർത്തിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തി, ആദ്യം അവരിൽ നിന്ന് അത് പ്രതീക്ഷിക്കാതെ നിങ്ങൾ ആദ്യം ഇത് അവർക്ക് ചെയ്തു കൊടുക്കുവിൻ എന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ അല്ലാതെ വേറെ ഏത് ഗ്രന്ഥമാണ് പ്രിയമുള്ളവരെ? എൻ്റെ എതിർ സംവാദകനായ കെ യൂനസ് സാഹിബിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇவ்விധം മൂല്യം ഉയർത്തി കാണിക്കുന്ന ഒരു ഗ്രന്ഥത്തെ നിങ്ങൾ കുലകചരിത്രത്തിൽ എവിടെയെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ? കേവലം അക്ഷരത്താളുകളിൽ എഴുതി വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഓലയുടെ കീറുകളിൽ പോലും എഴുതി വച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഇത്രയും ശ്രേഷ്ഠതയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഇത്രയും മൊറാൽ കീപ്പ് ചെയ്യുന്ന ഒരു ഗ്രന്ഥത്തെ കാണിച്ചു തരാൻ കഴിയുമോ? നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഞാൻ 1000 പ്രാവശ്യം അടിവരയിട്ട് പറയാൻ എനിക്ക് സാധിക്കും. കാരണം അത്രയും ഉന്നതത്തിലാണ് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ അതിൻ്റെ ധാർമ്മികത കൈവരിച്ചു വച്ചിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ കാണാം: അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റും ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല, ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവർത്തി തന്നെ. വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്, വളരെ വ്യക്തമായി തന്നെ. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും മറ്റൊന്നും കടപ്പെട്ടിരിക്കരുത്. കൂട്ടു സഹോദരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതായ പുസ്തകം. നിൻ്റെ അയൽക്കാരൻ അല്ലെങ്കിൽ നിൻ്റെ സഹോദരന് ഉള്ള യാതൊന്നിനെയും നീ മോഹിക്കാതിരിക്കാൻ പഠിപ്പിക്കുന്ന പുസ്തകം. അന്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന പുസ്തകം. വ്യഭിചാരം ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്നത്, കൊലപാതകം ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്ന പുസ്തകം, മോഷ്ടിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന പുസ്തകം, മോഹിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന പുസ്തകം, കൂട്ടുകാരനെ അല്ല അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന പുസ്തകം. ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണോ എൻ്റെ എതിർ സംവാദകനായ യൂനസിനുള്ളത്? ഇങ്ങനെ പഠിപ്പിക്കുന്ന ഏത് ഗ്രന്ഥമുണ്ട്? ഇങ്ങനെ ഇത്രയധികം മൂല്യം കൈപ്പറ്റി വച്ചിരിക്കുന്ന വേറെ ഏത് ഗ്രന്ഥമുണ്ട്? ഒന്ന് കാണിച്ചു തരണം പ്രിയമുള്ളവരെ. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഈ മൂല്യത നിങ്ങൾ കൈപ്പറ്റി വച്ചിരിക്കണമെന്നാണ് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇതാകുന്നു ഞങ്ങൾക്കുള്ള കൽപ്പനകൾ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ധാർമ്മികത എന്നുള്ള വിഷയം വരുമ്പോൾ വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അതിനോട് കിടപിടിക്കാൻ വേണ്ടി ഉലക ചരിത്രത്തിൽ ഒരു പുസ്തകവും ഇല്ലവേ ഇല്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. മനസ്സിലായോ? മത്തായി എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 48-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 48-ാം വാക്യം: ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. ഈ സൽഗുണപൂർണർ എന്നുള്ള സാധനം എടുത്തിട്ട് പലരും ഇന്ന് കറങ്ങി നടന്ന് വേറെ പലതും പറയുന്നുണ്ട്. ഒരു പെർഫെക്റ്റ് ആയതുപോലെ നിങ്ങളും ആ പെർഫെക്ഷൻ പ്രാപിച്ച് ആ പെർഫെക്റ്റായി നടക്കണമെന്ന് പഠിപ്പിക്കുന്നൊരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളാണ്. ഒന്ന് പറഞ്ഞു തരാമോ? മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിൻ്റെ
24 വാക്യത്തിലേക്ക് വരുമ്പോൾ, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ ഒരുപോലെ സേവിപ്പാൻ കഴിയില്ല. ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയില്ല. ഇത് പഠിപ്പിക്കുന്നത് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളാണ്. പക്ഷേ അപ്പാപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന അനേകരെ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ പഠിപ്പിക്കുന്ന മതഗ്രന്ഥങ്ങളെ കാണുവാൻ കഴിയും. പക്ഷേ വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. വളരെ വ്യക്തമായി തന്നെ വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ പഠിപ്പിക്കുന്നു, നിനക്ക് 2 യജമാനന്മാരെ ഒരുപോലെ സേവിക്കാൻ കഴിയുകയില്ല. നീ ഒന്നുകിൽ ദൈവത്തിൻ്റെ വഴിയിലായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ വഴിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എതിർ സംവാദകന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരു മുനാഫിക്കായി നീ ജീവിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി വരച്ചു കാണിക്കുന്നത് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളാണ്. റോമർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കട്ടെ, ദൈവത്താലല്ലാതെ ഒരു അധികാരവുമില്ലല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നത് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളാണ്. വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിനോട് കിടപിടിക്കാൻ വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, മറ്റൊരു ഗ്രന്ഥമുണ്ടെങ്കിൽ ഒന്ന് കൊണ്ട് കാണിച്ചു തരൂ. അത് കാണിച്ചു തന്നാൽ ഞാൻ ഈ ഗ്രന്ഥത്തെ താഴെ വയ്ക്കാൻ തയ്യാറാണ്. പക്ഷേ ഇന്ന് വരെ ഉലക ചരിത്രത്തിൽ ഒരു മനുഷ്യനും അത് കഴിയാത്തിടത്തോളം ഈ പുസ്തകം ഞങ്ങൾ മാറോട് ചേർത്ത് പിടിക്കും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ വീണ്ടും ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, അകത്തുനിന്ന് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നു തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് പറഞ്ഞു. മനുഷ്യനെ എന്ത് അശുദ്ധമാക്കുന്നു? അവൻ എങ്ങനെ അതിൽ നിന്ന് നീതീകരിക്കപ്പെടുവാൻ കഴിയും? എങ്ങനെ ശുദ്ധനായി തീരുവാൻ കഴിയുമെന്ന് വരച്ച് കാണിച്ചുകൊണ്ട് ഈ അശുദ്ധിയിൽ നടക്കുവാനല്ല, ശുദ്ധതയിൽ നടക്കുവാൻ, വിശുദ്ധിയിൽ നടക്കുവാൻ, ദൈവത്തിന് മുൻപാകെ നിഷ്കളങ്കരായി എങ്ങനെ ജീവിക്കാൻ കഴിയും, മാനവരാശിക്ക് മുൻപാകെ എങ്ങനെ നിർമ്മതരായിരിക്കാൻ കഴിയുമെന്ന് വരച്ച് കാണിക്കുന്ന പുസ്തകമുണ്ടെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ തന്നെയാണ്, ബൈബിൾ മാത്രമാണ്. അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യത്തെ അവകാശമാക്കുകയില്ല എന്ന് നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് വ്യക്തമാണ്. ഇങ്ങനെയൊരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ നിന്ന് കാണിച്ചു തരാൻ കഴിയുമോ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാമത്തെ അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. പലരും പഠിപ്പിക്കുന്ന ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ദൈവരാജ്യം ഇതെല്ലാം ചെയ്യുന്നവർക്ക് നൽകപ്പെടുന്നതാണ് അവരുടെ ദൈവരാജ്യം. കാരണം ഈ പരിപാടിയെല്ലാം അവിടെ ഉണ്ടല്ലോ. മറിച്ച് ഇവിടെ വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ പറയുന്നത് എന്താണ്? ഇങ്ങനെയുള്ള ദുഷ്ടത പ്രവർത്തിക്കുന്നവർക്കുള്ളതല്ല എന്ത് ദൈവരാജ്യം എന്ന് പറയുന്നത്. ഇതല്ലേ ധാർമ്മികത എന്ന് പറയുന്നത്? ഈ മോറൽ സൈഡിനോട് കിടപിടിക്കാൻ വേറെ എന്തുണ്ട്? കെ യൂനിസ് സാഹിബിനോടുള്ള ചോദ്യമാണ്. ഇതിനോട് കിടപിടിച്ചു നിൽക്കുവാനായി വേറെ ഏതാണുള്ളത്? നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്രന്ഥമെടുത്തിട്ട് കൊണ്ടുവന്ന് പറയുവാൻ കഴിയുമോ? അതെ ഇത് കണ്ടോ, ഈ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കയാൽ വളരെ വ്യക്തമായി തന്നെ ബൈബിളിൽ അല്ല ധാർമ്മികത, ഞങ്ങളുടെ കിതാബിലാണ് ധാർമ്മികത എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി ഇന്ന് അവസാനിപ്പിക്കും. യെശയ്യാ പ്രവചനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിലേക്ക് പോകാം. തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം.
എന്നാൽ ഇതേ സാധനം ഇത്രയും കാര്യങ്ങൾ ഞാൻ ഏകദേശം എൻ്റെ ഒരു കണക്ക് ശരിയാണെങ്കിൽ ഏകദേശം ഒരു 15 തെളിവോളം ഞാനിപ്പോൾ ഇവിടെ വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൽ നിന്നും അക്കമിട്ട് നിരത്തി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ധാർമ്മികമായ മൂല്യങ്ങൾ എന്താണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നതെന്ന്. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ അടുത്ത പോയിന്റിലേക്ക് കടക്കാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നത്. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും. അല്ലാതെ നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമത്തിനു വേണ്ടി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ പൊട്ടിത്തെറിച്ച് വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഹൂറിയങ്ങളെ തരാം എന്നുള്ള വാക്കല്ല വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ പഠിപ്പിക്കുന്നത്. വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ടതായ സകല അച്ചടക്കങ്ങളും എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായി വരച്ചു കാണിച്ച് അതിൻ്റെ ധാർമ്മിക മൂല്യം ഏറ്റവും ഉത്തുംഗ ശൃംഗത്തിൽ വെച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ എതിർ സംവാദകനായ കെ യൂനസ് സാഹിബിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ധാർമ്മികത, മതധാർമ്മികത എന്ന് പറഞ്ഞ് നമ്മൾ ആരംഭിക്കുമ്പോൾ തന്നെ ഇസ്ലാമിലെ ദൈവത്തിന് ഏതെങ്കിലും തരത്തിൽ ധാർമ്മികതയുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ മുന്നോട്ട് വയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമിലെ ദൈവത്തിന് എന്തെങ്കിലും ധാർമ്മികമായ മൂല്യം മുന്നോട്ട് വയ്ക്കുവാനായി ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ദയവായി എനിക്കൊന്ന് താങ്കളുടെ അവതരണ ഖണ്ഡന സമയത്തൊന്ന് പറഞ്ഞു തരണം. എന്താണ് ഇസ്ലാമിക മൂല്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ധാർമ്മികമായ മൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുള്ള നിങ്ങളുടെ ദൈവം പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യം? എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ കിതാബിലെ, അതായത് ഇസ്ലാമിലെ കിതാബായിരിക്കുന്ന ഉമ്മുൽ കിതാബായിരിക്കുന്ന ഖുറാനിലെ 3-ാമത്തെ സൂറ, അതായത് സൂറത്തുൽ ആലി ഇമ്രാൻ്റെ 54-ാമത്തെ ആയത്ത് മുതൽ പറഞ്ഞ് ആരംഭിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, വമഖറു വമഖറല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. ഞങ്ങളുടെ അള്ളാഹു വഞ്ചകന്മാരിലെ ഉത്തമനാണ് എന്ന് പറഞ്ഞാണ് ഖുറാൻ നിങ്ങളുടെ ദൈവത്തിൻ്റെ ധാർമ്മികത വിശദീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിലെ ദൈവത്തിൻ്റെ കാര്യം മുതൽ ആരംഭിക്കുന്ന കാര്യമാണെങ്കിൽ എങ്ങനെയാണ് വഞ്ചകന്മാരിലെ ഉത്തമനായ ഒരുവൻ ധാർമ്മികതയുള്ളവനാണ് എന്ന് പറയാൻ കഴിയുന്നത്? ഇതാ, ഞാൻ സ്നേഹിക്കുന്നവരിലെ ഉത്തമൻ എന്ന് പറഞ്ഞാൽ അത് ധാർമ്മികതയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ പറയുന്നതോ? യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്: കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. എന്നാൽ ഇസ്ലാമിൽ പറയുന്നതോ, ഇസ്ലാമിലെ ദൈവം പറയുന്നതോ, ഖുറാനിൽ പറഞ്ഞിരിക്കുകയാണ്, തൻ്റെ റസൂലായ, തൻ്റെ ദൂതനായ, തൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്ന പ്രവാചകനായ മുഹമ്മദിനെ കൊണ്ട് അള്ളാഹു ഇറക്കിക്കൊടുത്തു എന്ന് പറയപ്പെടുന്നതായ ആ ഖുറാനിൽ പറഞ്ഞിരിക്കുകയാണ് അള്ളാഹു വഞ്ചകന്മാരിലെ ഉത്തമനാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നേ, എവിടെ ഇരിക്കുന്നു ഖുറാൻ്റെ ശ്രേഷ്ഠത? ഖുറാൻ്റെ മൂല്യം എവിടെയാണ്? ധാർമ്മികതയുടെ മൂല്യം എവിടെയാണ്? ഇതൊരു ചോദ്യമാണ്. ബോബി ബ്രദർ സമയം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. എത്ര മിനിറ്റ് ആയിട്ടുണ്ട്? നമ്മൾ 38-ലാണ് തുടങ്ങിയത്. 38. അപ്പോൾ ഒരു 11-8 വരെ പോവാം. ഓക്കെ. സോ ഇപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി തന്നെ അള്ളാഹു എന്ന് പറയുന്നത്, അതായത് ഇസ്ലാമിലെ ദൈവത്തിന് തന്നെ എന്തില്ല എന്ന് മനസ്സിലായി? ധാർമ്മികതയില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഇനിയും തുടർന്നും ഖുറാനിലേക്ക് നോക്കുമ്പോൾ സൂറത്തുൽ അഹ്സാബിൻ്റെ 50-ാമത്തെ ആയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ബന്ധത്തിൽ സ്ത്രീകളെ നൽകിക്കൊടുക്കാമോ അവണ്ണമെല്ലാം സ്ത്രീകളെ മുഹമ്മദിന് കൂട്ടിക്കൊടുക്കുന്ന തരത്തിൽ ഒരല്ലാഹു
തൻ്റെ ദാസനായ അല്ലെങ്കിൽ തൻ്റെ അടിമയായ മുഹമ്മദിൻ്റെ വിഷമങ്ങൾ തീർത്തു കൊടുക്കുവാൻ വേണ്ടി, ഞാനതാ ഇങ്ങനെ പറയും, മുഹമ്മദിൻ്റെ വെറും സാങ്കല്പിക കഥാപാത്രം മാത്രമായ അള്ളാഹു തൻ്റെ ലൈംഗികമായ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തുകൊണ്ട് തനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്ന, ഒരു പിമ്പിങ് നടത്തുന്ന ഒരു ദൈവമായിരിക്കുന്ന അള്ളാഹു സകലമാന സ്ത്രീകളെയും ഏതൊക്കെ തരത്തിൽ ബന്ധപ്പെടുത്താമോ ആ രീതിയിലെല്ലാമുള്ള ബന്ധത്തിലുള്ള സ്ത്രീകളെയും തനിക്ക് അനുവദിച്ചു കൊടുത്തിട്ട്, ഇതൊന്നും പോരാതെ നിനക്ക് മാത്രമായി നാം നൽകുന്നൊരു കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും മുക്മിനായിട്ടുള്ള ഒരു സ്ത്രീ സ്വദേഹം നബിക്ക് ദാനം ചെയ്യുന്ന പക്ഷം അതും നാം നിനക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു എന്ന മ്ലേച്ഛമായ ആചാരം മുഹമ്മദിനെ കൊണ്ട് ചെയ്യിപ്പിച്ച ഈ പറയുന്ന കിതാബിൽ എന്ത് ധാർമ്മികതയാണുള്ളത് എന്ന് ഇസ്ലാം ലോകത്തോട് ഞാൻ പരസ്യമായി ചോദിക്കുകയാണ്. എൻ്റെ എതിർ സംവാദകനായ യൂനിസ് സാഹിബ് ഒരുപക്ഷെ അതിന് മറുപടി പറയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിലെന്ത് മൂല്യമാണുള്ളത്? എന്ത് ധാർമ്മികതയാണുള്ളത്? നിങ്ങൾക്കതിന് ഉത്തരവുണ്ടോ? ഫിത്ന ഇല്ലാതാവുകയും മതം മുഴുവൻ അള്ളാഹുവിലേക്കാകും വരെ നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കുകയാണ്. അതിലെന്ത് ധാർമ്മികതയാണുള്ളത്? അതാണോ ഒരു ധാർമ്മികത? അതായത് ഇപ്പം നിങ്ങളുടെ കിതാബിൽ പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ദൈവം വഞ്ചകനാണ്, ഇമാതിരി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമാണ്. അങ്ങനെയുള്ള വൃത്തികേടുകൾ ചെയ്യുന്ന നിങ്ങളുടെ ദൈവത്തെ പിൻപറ്റുവാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ അവരെ എല്ലാം കൊന്നൊടുക്കിക്കളയാനാണ് ആര് പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. സൂറത്തുൽ തൗബയുടെ 29-ാമത്തെ ആയത്ത്. എത്ര ആയത്തുകൾ വേണം? എത്ര ആയത്തുകൾ വേണം? സൂറത്തുൽ ബഖറയുടെ 190, തൗബയുടെ 29. എന്തെല്ലാം മ്ലേച്ഛതകളാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ പഠിപ്പിക്കുന്നത് നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നാണ്. ഖുർആൻ പഠിപ്പിക്കുന്നതോ 9:123 നിന്റെ അയൽക്കാരായ അവിശ്വാസികൾ, നിന്റെ അയൽക്കാരായ അവിശ്വാസികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തട്ടെ, നിങ്ങളെ സംരക്ഷിക്കുന്നവൻ അല്ലാഹു എന്നവർ അറിയട്ടെ. ഒരു ദൈവം പറയുന്ന, ധാർമ്മികതയുള്ളൊരു ദൈവം പറയുന്ന കാര്യമാണോ നിന്റെ അയൽക്കാരനുമായി നീ യുദ്ധം ചെയ്യുക, അവർ നിന്നിൽ രൂക്ഷത കണ്ടെത്തട്ടെ എന്ന്? ഇതാണോ ധാർമ്മികത? ധാർമ്മികതയുടെ സകല മൂല്യങ്ങളെ വെറും ചവിറ്റുകൊട്ടയിലിട്ട് ചവിട്ടി മെതിക്കുന്ന തരത്തിലുള്ള ചില ആയത്തുകൾ ഇറക്കി വെച്ചുകൊണ്ട്, ചില വാക്യങ്ങൾ എഴുതി വെച്ചുകൊണ്ട് ധാർമ്മികതയ്ക്ക് യാതൊരു മൂല്യം കൽപ്പിക്കാത്ത ഗ്രന്ഥമാണ് നിങ്ങൾ വിശുദ്ധമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഖുർആൻ. അല്ല എങ്കിൽ എനിക്ക് തോന്നുന്നു യൂനിസ് സാഹിബ് താങ്കളുടേതായ സമയത്ത് വളരെ വ്യക്തമായി അതിനെ വിശദീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും എന്താണ് ധാർമ്മികതയെക്കുറിച്ച് പറയേണ്ടത്? തനിക്ക് മാത്രം മുക്മിനായിട്ടുള്ള സകലർക്കും 4 ഭാര്യമാരെ അനുവദിച്ചു കൊടുക്കുകയും തനിക്ക് മാത്രം അതിലും ഉപരിയായി ചില സ്പെഷ്യൽ പെർമിഷനുകൾ നൽകി അധികമായി കൊടുക്കുകയും ചെയ്യുന്ന, അതായത് ആദ്യമായി വിവാഹം ചെയ്യുന്ന, സവാജ് ചെയ്യുന്ന, നിക്കാഹല്ല കേട്ടോ, ആദ്യമായി സവാജ് ചെയ്യുന്ന പെണ്ണിനോട് അവളെ കൊണ്ട് അടുത്ത നിക്കാഹ് ചെയ്യിപ്പിക്കുമ്പോൾ ആ നിക്കാഹിന് വേണ്ട മണിയറ ഒരുക്കിപ്പിക്കുന്ന, ഇവർ ഇരുവരെ കൊണ്ട് 3ാമതായി നിക്കാഹ് ചെയ്യുമ്പോൾ മണിയറ ഒരുക്കിപ്പിക്കുന്ന, അവർ 3വരെ കൊണ്ടും 4ാമതായി നിക്കാഹ് ചെയ്യിക്കുമ്പോൾ ഭർത്താവിൻ്റെ മണിയറ ഒരുക്കി കൊടുക്കുന്ന, അത്രയും വൃത്തികെട്ട, അത്രയും മ്ലേച്ഛമായ, അത്രയും അധപ്പതിച്ച ഒരു മൂല്യവുമില്ലാത്ത കാര്യം ചെയ്യുവാനായി പ്രേരിപ്പിക്കുന്നത് ആരാണ്? ഇസ്ലാമിലെ ദൈവമല്ലേ? ഈ നിയമങ്ങൾ ഇറക്കിക്കൊടുത്തത് ഇസ്ലാമിലെ ദൈവമല്ലേ? അങ്ങനെയാണെങ്കിൽ പറയണം യൂനിസ് സാഹിബേ, എന്താണ് ധാർമ്മികതയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന ഡെഫിനിഷൻ? എന്താണ് നിങ്ങളുടെ ഗ്രന്ഥം അതിനു വേണ്ടി കൊടുക്കുന്ന ഡെഫിനിഷൻ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമോ? എന്താണ് സ്നേഹമെന്ന് പറയാൻ കഴിയുമോ? എന്താണ് പാപമെന്ന് പറയാൻ കഴിയുമോ? ഒരു സ്ത്രീയെ
അവളുടെ ഭർത്താവിനെയും, കിനാന എന്ന് പറയുന്ന അവളുടെ ഭർത്താവിനെയും അവളുടെ സഹോദരങ്ങളെയും അവളുടെ മാതാപിതാക്കളെയും വാളിനിരയാക്കി കൊന്നു കളഞ്ഞിട്ട് മടക്കിക്കൊണ്ടുവരുന്ന വഴിയിൽ, ആ വരുന്ന വഴിയിൽ വെച്ച് തന്നെ ഇദ്ദ എന്ന് പറയുന്നതായ ആചാരം അനുഷ്ഠിക്കാതെ അവളുമായി ബലാത്സംഗത്തിൽ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ധാർമ്മികതയാണോ? പറയണം. യൂനിസ് സാഹിബ് ഇതിനെല്ലാം മറുപടി പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏകദേശം 10 മിനിറ്റ് മാത്രമേ ഞാൻ ഇസ്ലാമിൻ്റെ കാര്യം സംസാരിക്കാനെടുത്തുള്ളൂ. ബാക്കി സമയം മുഴുവൻ ഞാൻ വിശദമായി തന്നെ വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൽ നിന്നും അടിവരയിട്ടുകൊണ്ട് ധാർമ്മികതയുടെ മൂല്യത്തെ എങ്ങനെ കീപ്പപ്പ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു വന്നിരുന്നു. വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. സദൃശ്യവാക്യങ്ങൾ 22-ാമത്തെ അധ്യായം 6-ാം വാക്യത്തിൽ നന്നേ ചെറുപ്പത്തിൽ നിന്ന് തന്നെ എങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിക്കേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൽ യഹോവയായ ദൈവം വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ആവർത്തിക്കുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. അങ്ങനെയെങ്കിൽ കെ യൂനിസേ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അക്ഷരീകമായ ഇസ്രായേലിനെ അവൻ നടത്തിയതും അങ്ങനെയാണ്. സങ്കീർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വേ ഉള്ള വഴിയിൽ നടത്തി. എന്നാൽ ഇസ്ലാമിൻ്റെ കാര്യത്തിലേക്കൊന്ന് നോക്കിക്കേ. യാതൊരു കാരണവശാലും ചൊവ്വേ ഉള്ള ഒരു വഴി അവിടെ കാണിച്ചു തരാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞു തരണം, പാപം എന്താണ്? ഒന്ന് പറഞ്ഞു തരാമോ? ഇസ്ലാമിൽ പാപം എന്ന് കൊടുത്തിരിക്കുന്നതിൻ്റെ നിർവചനം എന്താണ്? ഡെഫിനിഷൻ എന്താണ്? നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. വ്യഭിചാരം എന്നാൽ എന്ത് എന്ന് താങ്കൾക്ക് പറഞ്ഞു തരാൻ കഴിയുമോ? കഴിയില്ല. അക്കമിട്ട് നിരത്തിക്കൊണ്ട് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൽ തൻ്റെ ദാസന്മാർക്ക് അവൻ കൽപ്പന കൊടുക്കുന്നത് ഇങ്ങനെയാണ്. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കൽപ്പനകൾ ഓരോന്നോരോന്നായി എണ്ണി അക്കമിട്ടുകൊണ്ട് 10 കൽപ്പനകൾ ദൈവം കൊടുക്കുകയാണ്. 10 കൽപ്പനകളിൽ ഏതെങ്കിലും ഒന്ന് ധാർമ്മികതയുടെ ഏതെങ്കിലും ഒരു ചെറിയ മൂല്യം പോലും താഴേക്കിട്ട് കളയുന്നതായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ കെ യൂനിസേ, ഈ പറയുന്ന സകല മൂല്യങ്ങളും ചവിറ്റുകൊട്ടയിലിട്ട് മെതിച്ച് കളഞ്ഞവനാണ് മുഹമ്മദ് എന്ന് ഞാൻ പറയുകയാണ്. ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും, ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. മുഹമ്മദ് വിഗ്രഹത്തെ ആരാധിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ ചോദിച്ചാൽ പറഞ്ഞു തരാം. അടുത്തത്, നിൻ്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥായി എടുക്കരുത്. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർത്തുകൊള്ളുക. നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്, കൂട്ടുകാരൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസനെയും ദാസിയെയും അവൻ്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് എന്നിങ്ങനെ 10 കൽപ്പനകൾ നൽകിക്കൊണ്ട് തൻ്റെ ദാസന്മാരെ വഴി നടത്തിയ ഞങ്ങളുടെ ശ്രേഷ്ഠനായ ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ തന്നെയാണ് ധാർമ്മികതയുടെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്നത് എന്ന് 1000 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസൻറ്റേഷൻ അവസാനിപ്പിച്ച് എതിർ സംവാദകനായ പ്രിയ യൂനിസ് സാഹിബിന് സമയം നൽകുകയാണ്. താങ്ക് യു വെരി ബ്രദർ. ഈ 1 മിനിറ്റ് നേരത്തെയാണ് താങ്കൾ നിർത്തിയത്. പ്രസന്റേഷന് നന്ദി. യൂനിസ്, ആർ യു റെഡി? യൂനിസ്, കെ യൂനിസ്, യൂനിസ് ബ്രദർ താങ്കൾ കേൾക്കുന്നുണ്ടോ? കെ യൂനിസ്, പ്ലീസ് കം ചെക്ക്.
ബ്രദർ യൂനിസ്. ഹലോ. അതെ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇനി താങ്കളുടെ സമയമാണ്. ഇപ്പോൾ സമയം 11:07. അടുത്ത 30 മിനിറ്റ് താങ്കൾക്ക് വിഷയം അവതരിപ്പിക്കാനുള്ള സമയമാണ്. ഹലോ. കേൾക്കാമോ? താങ്കൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആ, അടുത്ത 30 മിനിറ്റ് താങ്കൾക്ക് വിഷയം അവതരിപ്പിക്കാനുള്ള പ്രസന്റേഷൻ ടൈമാണ്. ഇപ്പോൾ സമയം 11:08. ഓക്കെ ഞാൻ പറയാം. അപ്പൊ നമ്മളെ സുഹൃത്ത് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതിലൊരു ഡൗട്ടും ഇല്ല. പിന്നെ ഈ അതുകൊണ്ട് തന്നെ എനിക്ക് യൂനിസ്, ഞാനൊന്ന് ഇന്റർഫിയർ ചെയ്യണം, മറ്റൊന്നും വിചാരിക്കരുത്. ഞാനൊന്ന് ഇന്റർഫിയർ ചെയ്യാണ്. സൗണ്ട് നന്നായിട്ട് ഡിസ്റ്റർബ് ആകുന്നുണ്ട്. താങ്കൾ പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല. യൂനിസ്, ഞാൻ പറഞ്ഞ കേട്ടോ? താങ്കൾ പറയുന്നത് വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ ഒന്ന് ക്ലിയർ അല്ല. ഒന്ന് ക്ലിയർ ആക്കാമോ? ഹലോ. ഹലോ എന്ന് പറഞ്ഞത് ഓക്കെയാണ്. ഇപ്പോൾ പറഞ്ഞു. പറയൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ പറയാനുള്ളത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ധാർമ്മികതനെ പറ്റി പറയുമ്പോൾ നമ്മളെ സുഹൃത്ത് ഒരുപാട് പറഞ്ഞു, ബൈബിളിനെ ഒരുപാട് ഉദ്ധരിച്ചു. ബൈബിൾ ദൈവിക ഗ്രന്ഥമാണെന്നുള്ളതിന് എനിക്ക് സംശയമില്ല. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങള് പുതിയതായിട്ട് കുറെ കടത്തി കൂട്ടിയിട്ടുണ്ട്. അതിലും മാത്രമേ സംശയമില്ല. അപ്പൊ ദൈവിക ഗ്രന്ഥമാകുമ്പോൾ മാനവികത ഒരുപാടുണ്ടാവും. അതിൽ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് നമുക്കൊരു ബൈബിൾ. അതാണ് നമ്മൾ അംഗീകരിക്കുന്നത്. അതേപോലെ എനിക്ക് ക്ലിയർ ആവുന്നില്ല കേട്ടോ ബോബിച്ചായ. എനിക്കും ക്ലിയർ അല്ല യൂനിസെ. ഞാൻ ഒന്നുകൂടെ ഇന്ന് ഇന്റർഫിയർ ചെയ്തിട്ടും ക്ലിയർ അല്ല യൂനിസെ. ആദ്യം പറഞ്ഞൊരു സെന്റൻസ് ഓക്കെ, അതിനുശേഷം പറഞ്ഞ ഒന്നും ക്ലിയർ അല്ല. യൂനിസെ, അതൊന്ന് കറക്റ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് കേൾക്കണമല്ലോ. നല്ല റിപ്പോർട്ടിലൊക്കെ വരുമ്പോൾ നമുക്ക് അതിന് പ്രതികരിക്കാൻ പറ്റുള്ളൂ. താങ്കൾ എത്ര സമയം പോകുന്നു അത്രയും സമയം ഞാൻ നീട്ടിത്തരാം, കുഴപ്പമില്ല. നോ വറി. ഓക്കെ ഇപ്പൊ കേൾക്കണ്ടോ? ഇപ്പൊ പറയുന്നത് കേൾക്കാം, പക്ഷെ കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ അതിൽ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ പറയും, മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ. ഡിസ്റ്റർബൻസ് ആകുമ്പോൾ ഞാൻ പറയും. ഓക്കെ. അപ്പൊ ഖുറാനിൽ എവിടെയാണ് മാനവികത പറഞ്ഞതെന്നാണ് നമ്മളെ സുഹൃത്ത് ചോദിക്കുന്നത്. അപ്പൊ ഖുറാനിൽ പറഞ്ഞത് യാ ബനി ആദം എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അതായത് ആദം സന്ധികളായ മുഴുവൻ ജനങ്ങളും പിന്നെയും പോയി വോയിസ് പോകുന്നു ബ്രദറെ, വോയിസ് പോകുന്നു. അവിടെ എന്തോ ഒരു യന്ത്രം വർക്ക് ചെയ്യുന്നല്ല തോന്നേ യൂനുസേ. ഞങ്ങൾ കേൾവിക്കാർക്ക് ഒന്നും കിട്ടുന്നില്ല. ജോലിയിൽ വല്ലതും ആണോ? അവിടെ എന്തോ ഒരു യന്ത്രം മൈക്ക് ഓൺ ചെയ്യുമ്പോൾ ഒരു യന്ത്രം വർക്ക് ചെയ്യുന്നല്ല തോന്നേ. അപ്പൊ ശബ്ദം മാത്രമേ ഉള്ളൂ, ഒന്നും മനസ്സിലാവുന്നില്ല. യൂനിസ് ബ്രദറെ, ഞാൻ ഈ സൗണ്ട് ക്ലിയർ അല്ല. ആദ്യത്തെ ഒരു സെന്റൻസ് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഡിസ്റ്റർബൻസ് ആണ്. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. ഹലോ. പറയൂ. ഓക്കെ, ഞാൻ പറഞ്ഞത് ഞാൻ പെട്ടെന്ന് പറയാം, സൗണ്ട് പോകണ്ടെങ്കിൽ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഖുറാനിൽ പറഞ്ഞത് മനുഷ്യന്മാരെല്ലാം ഒരു വാപ്പയുടെ ഒരു ഉമ്മയുടെ മക്കളാണ്. ഒരു ബനി ആദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദം ഹവ്വ, അതൊക്കെ ബൈബിളിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോ അങ്ങനെയുള്ള മനുഷ്യന്മാര് ഏകോദര സഹോദരന്മാരാണ്. ഇത്രയും ധാർമ്മികമായിട്ട് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ അങ്ങനെ പറയുമ്പോൾ പിന്നെ അതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ പിന്നെ പറഞ്ഞത് അയൽവാസിനായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഒരു അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ആള് ഇസ്ലാമിൽ പെട്ടതല്ല എന്നാണ് ഹദീസിലുള്ളത്. അത് മാത്രല്ല, അത് അയൽവാസിന്റെ ദൂരം വെച്ചത് ഒരു വീടിന്റെ 40 വീട്. ഇപ്പൊ എന്റെ വീട്ടില് 40 വീട് 4 ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ
നാല് ഭാഗത്തേക്കും കൂടെ നോക്കുകയാണെങ്കിൽ 40 വീടുണ്ടാവും. 40 വീട് വരെ ഒരാളെ അയൽവാസി എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ദൂരമുള്ള വരെ ആള് ഭക്ഷണം കഴിക്കണ്ടോ എന്ന് അന്വേഷിക്കല് ഒരു മനുഷ്യന്റെ ബാധ്യത എന്നാ പറയുന്നത്. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അയൽവാസികളെ വെച്ചിട്ട്. അപ്പൊ ഒരുപാട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ പേര് ആരോപിച്ചുകൊണ്ട് അത് കാര്യമാവില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുറാനിൽ അങ്ങനെ കാണിക്കാൻ പറ്റും. അതാ പറഞ്ഞത്, ഖുറാനിൽ ബനി ആദം എന്ന് പറഞ്ഞത് ആദം സന്തതികളായ മുഴുവൻ ജനങ്ങളും സഹോദരന്മാരാണെന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇന്ന മതം അവിടെ പറഞ്ഞില്ല. ഒരാളുകളെയും മതത്തിനെയോ ജാതി ഒന്നും അതേപോലെ അയൽവാസികളെ പറയുമ്പോഴും അതേപോലെ തന്നെ പറഞ്ഞത്. ജാതി മതം ഒന്നും ചോദിക്കണില്ല. അവര് ഭക്ഷണം കഴിക്കണ്ടോ എന്ന് നോക്കല് നമ്മളെ ബാധ്യത എന്നാണ് പറഞ്ഞത് ഇസ്ലാമിന്റെ ഉള്ളിൽ. പിന്നെ പറഞ്ഞ വോയിസ് ബ്രേക്ക് ആയി. ഹലോ, വോയിസ് കേൾക്കാൻ പറ്റുന്നില്ല യൂനിസെ. യൂനിസ് കേൾക്കുന്നുണ്ടോ? യൂനിസിന്റെ സൗണ്ട് ഡിസ്റ്റർബ്ഡ് ആണ്. ഹലോ, ഇപ്പൊ കേൾക്കണ്ടോ? ക്ലിയർ അല്ല. ഒരു മിനിറ്റ്. പ്ലീസ് ദയവായിട്ട് നിങ്ങൾ നെറ്റ്വർക്ക് ഒന്ന് കറക്റ്റ് ചെയ്യും. നമ്മൾ ഇത്രയും ആളുകൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുമല്ലേ. നമ്മൾ അവരോടൊരു ഒരു ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കില്ലേ? ഒന്ന് കറക്റ്റ് ചെയ്യൂ പ്ലീസ്. ബോബിച്ചായ ഒരല്പം നെറ്റ്വർക്ക് ഉള്ള സ്ഥലത്തേക്ക് നിൽക്കാൻ പറയാമോ? അദ്ദേഹം ഒരു സംവാദത്തിലാണ്, പ്ലീസ്. അല്ല, അതാ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ഒന്ന് ഇച്ചിരി കവറേജ് ഉള്ളിടത്ത് നെറ്റ്വർക്ക് ക്ലിയർ ആയിട്ട് ഒരു സ്ഥലത്തേക്ക് എത്താമോ യൂനിസെ? കാരണം നമ്മൾ ഇത്രയും ആളുകൾ താങ്കളെ കേൾക്കാൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ താങ്കൾ അതൊന്ന്. യൂനിസ് കേൾക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ യൂനിസ് ബ്രദറെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? യൂനിസ് ബ്രദറെ എനിക്ക് നല്ല ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. താങ്കള് റേഞ്ച് ഉള്ളിടത്തോട്ടൊന്ന് നീങ്ങി നിന്നാൽ വളരെ ഉപകാരം. ഇപ്പൊ തന്നെ താങ്കളുടെ സമയം ഒത്തിരി മുന്നോട്ട് പോവുകയാണല്ലോ. അദ്ദേഹം അവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സമയം മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. അത് നമ്മുടെ സമയം കൂടെ വെറുതെ കളയുകയാണ്. അതെ. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അദ്ദേഹത്തിന് അത്രയും പറയാനുള്ളെങ്കിൽ പിന്നെ നമുക്ക് മറ്റ് അടുത്ത ഫസ്റ്റ് റിബട്ടലിലേക്ക് പോവാം. യൂനിസിന് എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടർച്ച എങ്ങനെ വേണം? യൂനിസ് ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. നമ്മൾ പിന്നെ അത് കവർ ചെയ്തിട്ട് പിന്നെ നമുക്ക് കംപ്ലൈന്റ് പറയാൻ പാടില്ല. നെറ്റ്വർക്ക് ഓക്കെ ആക്കുക, അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്യുക എന്നുള്ളത് താങ്കളുടെ ഉത്തരവാദിത്തമാണ്. അതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതൊരു സ്ട്രക്ചറൽ ഡിബേറ്റ് ആയതുകൊണ്ട് ഇതിന് സമയത്തിന്റെ എല്ലാത്തിനും കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടല്ലോ. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. യൂനിസ് ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ.
യൂനിസ് ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. യൂനിസ് കേൾക്കുന്നുണ്ടോ? വാര്യരെന്താ പറയാൻ വന്നേ? വാര്യ ബ്രദറെ. അല്ല, ഇത് ആക്ച്വലി എൻ്റെയും കൂടെ സമയം കളയുകയാണ്. എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. അതൊരു ഭാഗമാണ്. നമുക്ക് ഇത് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇച്ചിരി സമയം കൂടെ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അല്ല, ടെർമിനേറ്റ് യൂനിസിനെ ചെയ്യാം. സഹായിക്കാൻ മറ്റാരെങ്കിലും ഇസ്ലാമിക പക്ഷത്തു നിന്ന് വരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവർക്ക് വരാം. മെഹബൂബോ മറ്റാർക്കെങ്കിലും വരാം. ഈ സംവാദത്തിൽ സംസാരിക്കാൻ താല്പര്യമുള്ള ആർക്കെങ്കിലും കടന്നു വന്ന് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ മുന്നോട്ട് വെക്കാം. ഓക്കെ ഓക്കെ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ യൂനിസിനെ ഈ ഒരു സാഹചര്യത്തിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന, സ്ട്രക്ചറലി ഒരു ഡിബേറ്റ് ചെയ്ത് സഹായിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? മാസ്റ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. നഹാസ്, മെഹബൂബ്, ഇങ്ങനെ ഇത്യാദി അനേകം പേരവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിച്ചത്, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കില്ലായിരുന്നു. യൂനുസിന് കേൾക്കാവോ? യൂനിസ് അനങ്ങുന്നില്ല. യൂനിസ് കുറച്ചു നേരം യൂനുസിന് കേൾക്കാവോ? നെറ്റില്ലെങ്കിൽ ഇല്ലാന്ന് പറയൂ. അത് ഇവിടെ റേഞ്ച് വരിക ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രശ്നം. ഞാൻ പറയുന്നുണ്ട്, പക്ഷെ നല്ല അവിടെ ഡിസ്റ്റർബ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് ഉപയോഗിക്കുന്നു. ഞാൻ പറഞ്ഞ അങ്ങനെ ക്ലിയർ ആയി കേൾക്കുന്നില്ല ഞാൻ പറഞ്ഞത്. യൂനിസ് അങ്ങനെയാണെങ്കിൽ ഞങ്ങളിത് താങ്കളുടെ ഈ ഒരു ഇത് ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്യട്ടെ, അല്ലാതെ രക്ഷയില്ല. കാരണം എത്ര സമയമാണ് താങ്കൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക? യൂനിസ് താങ്കളുടെ ഇങ്ങനെയൊന്നും അല്ല ഉത്തരവാദിത്തം ഒരു റേഞ്ച്. ഡിബേറ്റിൽ വരേണ്ടത്. ഞങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ദയവായി അതിനെ തരം താഴ്ത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതായത് ഈ നെറ്റ്വർക്ക് മറ്റു കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുക എന്നുള്ളത് താങ്കളുടെ ഉത്തരവാദിത്തമാണ്. അത് ക്ലിയർ ഞങ്ങൾ അത്രയും നേരത്തെ തന്നെ പറഞ്ഞു. താങ്കൾക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഇനി 11 മണി വരെ വെയിറ്റ് ചെയ്യണമെങ്കിൽ അതിന് തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും താങ്കളുടെ എല്ലാ നിർദ്ദേശവും മാനിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇറ്റ് ഈസ് ഹലോ യൂനിസ്, പറയൂ. സഹോദരന്മാരെ എന്താണ് ചെയ്യേണ്ടത്? മാസ്റ്റർ ഒരു അഭിപ്രായം പറയും. ഇത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. ഇതിനൊരു സ്റ്റാൻഡേർഡ് പോയി ഇല്ല. തിരിച്ചെടുക്കാൻ ഒരു നിർവാഹവും ഇല്ല, വിട്ടുകളയാൻ. പിന്നീട് എപ്പോഴെങ്കിലും സൗകര്യം ഉള്ളപ്പോൾ നല്ലപോലെ നെറ്റൊക്കെ കറക്റ്റ് ചെയ്ത് വരണം. നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങളുടെ മതഗ്രന്ഥത്തെ കുറിച്ച് എന്തെങ്കിലും പഠിക്കാനായിട്ട് ആഗ്രഹിച്ചാണ് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും കേൾക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ നിരാശപ്പെടുത്തിയല്ലായിരുന്നു.